ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ ബോൾസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത്. ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചോട് പറഞ്ഞു എനിക്ക് പൈനാപ്പിൾ ബോൾസ് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ട്. അപ്പോൾ അമ്മച്ചി ഒന്ന് പൈനാപ്പിൾ ഉണ്ട് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 പൈനാപ്പിളാണ് എടുത്തേക്കുന്നത്. അതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ മുഴുവൻ അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ തീയിലേക്ക് വെക്കുകയാണ് കേട്ടോ. കരിച്ചയ്ക്ക് ഒത്തിരി വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ആ വെള്ളം പറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇളക്കി ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെള്ളം പറ്റി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങ് അവസാന തുള്ളിയും പറ്റി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടാണ്. അപ്പം ഞാനത് തേങ്ങ ചിരണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കൈ തേങ്ങയും മറ്റേ കൈയിൽ ഫോണുമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തേങ്ങ ചിരണ്ടുന്നത്. അതാണ് ഒരു കൈ കൊണ്ട് തേങ്ങ ചിരണ്ടുന്നത്. അപ്പോൾ ഒരു കൈ ഫോണെല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി അത് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിരണ്ടി അവസാനം ഒരു തേങ്ങയും ഫുൾ എടുത്തു കേട്ടോ. അപ്പോൾ അത് തേങ്ങ ചിരണ്ടി ഇനി നമ്മൾ കരിച്ചക്കയുടെ അതിലേക്ക് നമ്മൾ ആ തേങ്ങ മിക്സ് ചെയ്യാൻ പോകണേ. എല്ലാം ഇളക്കി സെറ്റാക്കിയ ശേഷം ഈ അമ്മച്ചി ആ തേങ്ങ എടുത്ത് എൻ്റെ അടുത്ത് ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ തേങ്ങ നമ്മൾ എടുത്തിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളതെല്ലാം ഇളക്കുവാണ്. എല്ലാം ഒരുമിച്ച് യോജിപ്പിച്ച് അങ്ങനെ ഇളക്കുക കേട്ടോ. അന്നേരം തീയെ തന്നെ ഇന്നിട്ടാണ് ഇളക്കണം. അത് വേകണമല്ലോ, ചെറിയ ചൂടൊക്കെ ഉണ്ടാകണമല്ലോ തേങ്ങയ്ക്ക്. അപ്പോൾ തീയെ വെച്ച് ഇളക്കി എല്ലാവരും ഇളക്കി. ഇനി ഇതിൽ വെച്ച് ജീരകമാണ് കേട്ടോ. ജീരകം ആദ്യം ഇടാൻ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതല്ല, പിന്നെ അമ്മച്ചിയെ കൊണ്ട് ഒന്നുകൂടി ഇടിപ്പിച്ചു. അങ്ങനെ ജീരകം ആവശ്യത്തിനിട്ട് ഇളക്കണം. ആ ജീരകത്തിനെയൊക്കെ മണം എടുത്ത് അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര കേട്ടോ. അത് നമ്മുടെ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര നമ്മൾ ഇടേണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര മധുരം ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ അമ്മച്ചോട് പറഞ്ഞാൽ കമത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടു. അതുകൂടെ മിക്സ് ചെയ്യാണ്. അപ്പോൾ കരിച്ചക്കയും തേങ്ങയും ജീരകവും പഞ്ചസാര ഇതെല്ലാം ഇട്ട് അങ്ങ് മിക്സ് ചെയ്ത് എന്നാലേ അവസാനം സെറ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി മധുരം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇച്ചിരി പഞ്ചസാര ഇട്ടോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പഞ്ചസാര കുറച്ചുകൂടി ഇട്ട് ഇത്തിരി പുളി ഉണ്ടായിരുന്നു, പഴുത്തല്ല, ഇച്ചിരി പഴുപ്പ് കുറവായിരുന്നു. അപ്പോൾ ആ പഞ്ചസാരയുടെ ഇട്ട് ഇളക്കിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല മധുരമൊക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ ചൂടാറിയ ശേഷമാണ് നമ്മൾ ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നേരം തന്നെ കഴിക്കാനാണ് തോന്നിയത്. ഞാൻ മോഷിച്ചെടുത്ത് അമ്മച്ച് പോയ തക്കത്തിന് ഒരു പണിക്ക് വെച്ചാൽ ഒരെണ്ണം എടുത്ത് കഴിച്ചു കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം നമ്മളത് ഓരോന്നായിട്ട് പാത്രത്തിലെടുത്ത് വെക്കും. ഇത് നമ്മൾ തണുത്ത ശേഷം മാത്രമേ എടുത്ത് കഴിക്കാവുള്ളൂ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഉരുട്ടുന്ന അന്നേരം എടുത്ത് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല. അത് നല്ല കട്ടയായിട്ട് ഇതിന് ശേഷമേ കഴിക്കാവുള്ളൂ. അപ്പം നമ്മളിത് ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് എടുത്തേക്കാണ് കേട്ടോ. 10-30 ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ മുഴുവനും കരിച്ചക്ക ബോൾസ് ഉരുട്ടി എടുത്ത് വെച്ചേക്കാണ്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തണുത്ത് കുറച്ച് നല്ല കട്ട പോലെ ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് കൊതി സഹിക്കാൻ വയ്യാതെ ഞാൻ അതിന് മുന്നേ എടുത്ത് കഴിച്ചു. അതാണ് സത്യം ഗൈസ്. അപ്പം നമ്മൾ അത് എടുക്കാൻ പോവാണ് കേട്ടോ. കൊതി സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതിന് ഞാൻ പിന്നെ ഒട്ടും സമ്മതിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് എടുക്കുക ചെയ്തു. അപ്പം നമ്മൾ ആദ്യത്തെ ഉരുള ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തേക്കാം, തണുപ്പിച്ച ശേഷമുള്ള. അപ്പം ഞാൻ ആദ്യം തന്നെ എടുത്ത് കഴിക്കുകയാണ്. കണ്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ അത് അലുത്ത് കിടക്കുന്നുണ്ടോ, അത് തണുത്തില്ലായിരുന്നു ശരിക്കും. അപ്പോൾ അതിനകത്ത് കഴിച്ചു. അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കുകയാണ്. വാവ്, സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്.